മരണമെന്ന് പറയുന്ന ഒരു സംഭവമില്ലെങ്കിൽ, പരലോകമെന്ന് പറയുന്ന ഒരു സംഭവമില്ലെങ്കിൽ ഈ ദുനിയാവിന്റെ സുഖരസങ്ങളിൽ ഞങ്ങൾ സന്തോഷിക്കുമായിരുന്നു എന്ന് എല്ലാ മഹാന്മാരും പറഞ്ഞു. പുതിയ വീട് കിട്ടുമ്പോ, പുതിയ സൗകര്യങ്ങൾ കിട്ടുമ്പോ, പുതിയ സംവിധാനങ്ങൾ കിട്ടുമ്പോ അവരൊക്കെ പറഞ്ഞു ലൗലൽ മൗതു ലകുന്തു ബിക മസ്റൂറ. മരണം എന്ന് പറയുന്ന ഒരു സംഭവവും അതിനുശേഷം മറ്റൊരു ജീവിതവും ഇല്ലായിരുന്നു എങ്കിൽ ഉറപ്പാണ് എനിക്ക് സന്തോഷമാകുമായിരുന്നു. പക്ഷേ എനിക്ക് പേടിയാണ്, മരണമുള്ളത് കൊണ്ട് എനിക്ക് പേടിയാണ്, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തട്ടിമാറ്റി. ഇന്നെന്റെ ഭാര്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ വീടിനടുത്ത് 6 വയസ്സുള്ള ഒരു മോൻ മരണപ്പെട്ടു, നിങ്ങൾ അവന്റെ ഉമ്മാക്കുപ്പാക്കും വേണ്ടി ദുആ ചെയ്യുക. എന്റെ വീടിന്റെ തൊട്ടടുത്ത് 4 വീടിനപ്പുറം സുഖമില്ലാതെ ആയിപ്പോയി എന്ന് പറയാം. കുഞ്ഞ് 2 ദിവസം കൊണ്ട് എന്തോ ഒരു അസുഖം വന്നിട്ട് പെട്ടെന്ന് മരണപ്പെട്ടു പോയി. അങ്ങനെയല്ലേ ഇപ്പൊ തൃശ്ശൂർ ചാവക്കാട് ഒരു മോള് മരണപ്പെട്ടത്? 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളാ. സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങി സിറ്റ് ഔട്ടിൽ തലയിറങ്ങി വീണും മരണപ്പെട്ടു. അപ്പൊ ഇത്രയും ദിവസം സന്തോഷിച്ചത് എന്തിനാ? ആർക്ക് വേണ്ടിയാ? ലൗലൽ മൗതു ലകുന്തു ബിക മസ്റൂറ. മഹാന്മാര് പറയുന്നതാ, മരണമില്ലായിരുന്നെങ്കിൽ എനിക്ക് സന്തോഷിക്കാമായിരുന്നു. എന്റെ മക്കൾ എനിക്ക് വലിയ വീട് വെച്ച് തന്നതിൽ, എന്റെ മക്കൾ വലിയ സന്തോഷത്തിൽ കഴിയുന്നത് കണ്ട് എനിക്ക് ആനന്ദിക്കാമായിരുന്നു. പക്ഷെ മരണമുള്ളത് കൊണ്ട് എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. ഹാറൂൻ റഷീദ് എന്ന് പറയുന്ന ചക്രവർത്തിയുടെ പ്രിയപ്പെട്ട ഭാര്യയെ, ആ ഭാര്യ മരണപ്പെട്ടതിന് ശേഷം ഒരാൾ സ്വപ്നം കാണുകയാണ്. അല്ലാഹുവേ, ഒരു ചക്രവർത്തിയുടെ ഭാര്യ സുന്ദരമായ സ്വർഗലോകത്ത് ഹൂർലിങ്ങളുടെ കൂടെ പാട്ടുപാടിയിട്ട് സുന്ദരമായ സ്വർഗലോകത്ത് ഇങ്ങനെ നടന്നു പോകുന്നത് ആ കൊട്ടാരത്തിലെ ഒരു സേവിക സ്വപ്നത്തിലൂടെ കാണുകയാണ്. ആ സേവിക വന്നിട്ട് ഹാറൂൻ റഷീദിനോട് വിട്ടൊന്ന് പറയുകയാ, നിങ്ങളുടെ പ്രിയപ്പെട്ടവളെ ഞാൻ സ്വപ്നം കണ്ടുപോയി, നിങ്ങളുടെ പ്രിയപ്പെട്ടവളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടുപോയി. സ്വർഗത്തിന്റെ സുന്ദരമായ കൊട്ടാരത്തിന്റെ സൂനങ്ങളിലൂടെ പാട്ടുപാടിയിട്ട് ഹൂർലിങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നതാണ് കണ്ടതെന്ന് പറഞ്ഞപ്പോ ഹാറൂൻ റഷീദ് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവൾക്ക് അല്ലാഹു പോലും കൊടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്തേ തങ്ങളെ, എന്തേ ചക്രവർത്തിയെ, നിങ്ങളുടെ പ്രിയവരമയ്ക്ക് അല്ലാഹു പോലും കൊടുക്കാൻ കാരണമെന്തേ? ഹാറൂൻ റഷീദ് പറയുകയാണ്, ഞാൻ രാജകൊട്ടാരത്തിന്റെ കസേരയിൽ ഇരുന്ന് ചക്രവർത്തി പദം അലങ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ കൊട്ടാരത്തിന്റെ കത്ത് നർത്തകികൾ വന്ന് നൃത്തം ചവിട്ടുമായിരുന്നു. ആ സമയത്ത് വാതിൽ കൊട്ടിയടച്ചിട്ട് എന്റെ ഭാര്യ എന്നോട് ദേഷ്യപ്പെടുമായിരുന്നു. ഇത് ദുനിയാവല്ലേ, ഇവിടത്തെ ആട്ടവും പാട്ടും നമുക്ക് വേണ്ട, ഇത് ശാശ്വതമായതല്ല. ഒരു സെക്കൻഡ് കൊണ്ട് അവസാനിക്കുന്ന ഭൗതിക ലോകത്തെ പാട്ട് നമുക്കെന്തിനാ? ഒരു സെക്കൻഡ് കൊണ്ട് അവസാനിക്കുന്ന ഭൗതിക ലോകത്തെ ആട്ടം നമുക്കെന്തിനാ? ഒരു സെക്കൻഡ് കൊണ്ട് അവസാനിക്കുന്ന ദുനിയാവിന്റെ കുളിർമ നമുക്കെന്തിനാ? നമുക്കവിടെ ശാശ്വതമായ സ്വർഗത്തിലെ പാട്ടുപോരേ എന്ന് ഹാറൂൻ റഷീദിന്റെ ചക്രവർത്തിയാകുന്ന ഹാറൂൻ റഷീദിനോട് ഭാര്യ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സേവകയോട് ഹാറൂൻ റഷീദ് പറയുകയാണ്, പെണ്ണേ, നീ സ്വപ്നം കണ്ടെങ്കിൽ ഇത് യാഥാർത്ഥ്യമാണ്. അവൾക്ക് ഇവിടത്തെ സ്വർഗം വേണ്ടെന്ന് പറഞ്ഞവളോ, ഈ ദുനിയാവിന്റെ രസം വേണ്ടെന്ന് പറഞ്ഞവളോ, അവിടത്തെ സ്വർഗം മതി എന്ന് പറഞ്ഞ് വാശി പിടിച്ചവളാ. അതുകൊണ്ട് കൊട്ടാരത്തിന്റെ സോപാനത്തിന്റെ അകത്തുള്ള ഒരു സുഖരസങ്ങളും എന്റെ ഭാര്യ അനുഭവിച്ചിട്ടില്ല. തോഴിമാര് പാട്ടുപാടി കൊടുക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല, ബെഞ്ചാമരം വീശി കൊടുക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ അവൾക്കതെല്ലാം കിട്ടുമെന്ന് ഹാറൂൻ റഷീദ് ചക്രവർത്തി തന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ, തിരൂര് വന്ന പെണ്ണേ, എല്ലാം ഇവിടെ മതിയോ മോളെ, എല്ലാം ഇവിടെ മതിയോ മോള്? ഷോപ്പിംഗ് മോളിന്റെ അകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്നുകൊണ്ട് കാമുകന് കണ്ടു കാണിക്കുന്ന പ്രണയത്തിന്റെ സുഖം ഇവിടെ മതിയോ പൊന്നുമോളെ, ഇവിടെ മതിയോ പൊന്നുമോളെ? ഓരോ മണിക്കൂറിലും മാറി മാറി വേഷം ധരിച്ചുകൊണ്ട് സുന്ദരിയാകുന്ന സമയം ഇവിടെ മതിയോ പൊന്നുമോളെ, ഇവിടെ മതിയോ പൊന്നുമോളെ? ഇവിടെ എന്താണ് ജന്നത്തുൽ കാഫിരീൻ, ഇത് കാഫിരീങ്ങളുടെ സ്വർഗമാണ്. നമുക്കിവിടെ സ്വർഗമല്ല, നമുക്കിവിടെ നരകമാണ്, നമുക്കിവിടെ പടവറയാണ്, നമുക്കിവിടെ ജയിലാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ 10,000 ഹദീസുകളെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു സ്വർഗ്ഗമില്ലാത്തവർക്ക് അല്ലാഹു ദുനിയാവിനെ സ്വർഗ്ഗമാക്കി കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതെന്താ? ഇന്ന ദുനിയാ ഫീ സൂറത്തി ഇംറഅത്തിൻ തസ്തമീലുൻ നാസ ഇലൈഹാ. ജനങ്ങളെയൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുന്ന പാകത്തിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു സുന്ദരി പെണ്ണിനെ പോലെയാണ് ദുനിയാവ്. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു പെണ്ണ് ചുണ്ട് ചുമപ്പിച്ച് മുടിയൊക്കെ ഒരു പ്രത്യേക മോഡലിൽ വളർത്തിയിട്ട് ശരീരത്തിന്റെ വടിവും ഒടിവും ഒക്കെ പുറത്ത് കാണിച്ച് എല്ലാവരുടെയും ആകർഷിക്കുന്ന തരത്തിൽ തിരുവിലൂടെ നടന്നു പോയാൽ ഏത് കയറ് പൊട്ടാത്തവന്റെ കയറും പൊട്ടൂലേ? അത് പെണ്ണിന് അല്ലാഹു കൊടുത്തിരിക്കുന്ന വലിയ കഴിവാണ്. ആ കഴിവ് പെണ്ണുപയോഗിക്കാനുള്ളത് ഭർത്താവിന്റെ മുമ്പിലാണ്. അല്ലാതെ കല്യാണത്തിലും കമ്പോളത്തിലും മാർക്കറ്റിലും ചന്തയിലും വാതിന് വരുമ്പോഴും മരണത്തിന് പോകുമ്പോഴും ഒന്നുമല്ല. ഭർത്താവിന്റെ മുമ്പിൽ ഭർത്താവിന്റെ വിഷമം മാറ്റാൻ, ഭർത്താവിന്റെ മനസ്സിന് ശക്തി പകരാൻ, ഭർത്താവിനെ യുവത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനൊക്കെയാണ് പെണ്ണിന് ആ കഴിവ് അല്ലാഹു കൊടുത്തിരിക്കുന്നത്. ഇതിനെ ഉദാഹരണം പറയുന്നു ഗസാലി ഇമാം റളിയല്ലാഹു തആല അൻഹു, വലഹാ അസ്റാറുൻ വഖബായിഉൻ തഹ്ലിഖുർ റാഇബീന ഫീ വിസാലിഹ. ഒരു പെണ്ണ് ഒരുങ്ങി നിൽക്കുമ്പോ ആ പെണ്ണിലേക്ക് ജനങ്ങൾ ചെല്ലുമ്പോ വൃത്തികേടുണ്ടാവും, നല്ലതുണ്ടാവും. ചെന്ന് ചേരുന്നവരെ ആ പെണ്ണ് നശിപ്പിക്കും. അങ്ങനെയുള്ള ഒരു സുന്ദരിയായ പെണ്ണിനെ പോലെ, അങ്ങനെയുള്ള ഒരു സുന്ദരിയായ പെണ്ണിനെ പോലെ ഗസാലി ഇമാം പറയുന്നു, ദുനിയാവ് ഒരുങ്ങി നിന്നുകൊണ്ട് നിങ്ങളെ ചതിക്കാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾ സൂക്ഷിക്കണം. എത്ര വാത് കേട്ടാലും ദുനിയാവെന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ മോടി, ഭംഗി, പണം, പെണ്ണ്, പെരുമ, പേര്, ധിക്കാരം, ഇതൊക്കെ അതിൽ പെട്ടതാട്ടോ. അല്ല, ദുനിയാവെന്ന് പറയണത് കടയിൽ പോയി ബേക്കറി പോയിട്ട് 1 കിലോ ദുനിയാവ് വേണമെന്ന് പറഞ്ഞ് കിട്ടുന്ന സാധനമല്ല. ഇതെല്ലാം കൂടി അടങ്ങിയതാണ് ദുനിയാവ്. അപ്പോ അത് കിട്ടൂല. ആ പെണ്ണാകുന്ന സുന്ദരിയെ നമ്മൾ പ്രേമിക്കുന്നത് എല്ലാ തെറ്റിന്റെയും കാരണം. തീർച്ചയായും പടച്ചവന്റെ സ്വർഗം നമുക്ക് നിഷേധിക്കാൻ അമിതമായ ഭൗതിക ലോകത്തിന്റെ പ്രേമം മതിയാകുന്നതാണ്. സ്വർഗം കിട്ടൂല. അമിതമായ